നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ആദ്യമായിട്ടാണ് യൂട്യൂബിൽ നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കും 1000 സ്വലാത്ത് പതിവാക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും മരണം വരെ നിലനിർത്താനും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലണേ. കാരണം അന്നത്തെ ദിവസം നാം ചൊല്ലുന്ന സ്വലാത്തുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുക്കും. ഇന്ന ആൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംശയമാണ്, ഇതെങ്ങനെയാണ് ഇപ്പോൾ തങ്ങൾക്കിപ്പോൾ നേരിട്ട് അത് കാണുന്നത് എന്നുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ഒരു കാര്യം ലൈവായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ കയ്യിലുള്ള മൊബൈലിലൂടെ നമുക്കത് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ അത് ഈ ഒരു ഉപകരണം, മനുഷ്യൻ സൃഷ്ടിച്ച ഈ ഒരു ഉപകരണത്തിലൂടെ നമുക്ക് എത്രയോ കിലോമീറ്റർ അങ്ങ് ഉള്ളത് നമുക്ക് അതുപോലെ അവിടെ നടക്കുന്ന അതേപോലെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ലേ? അപ്പോൾ ഈ ലോകം സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിന് ഇത് തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന പോലും നമ്മളിതിനൊന്ന് പുറത്തായില്ലേ? അപ്പോൾ അൽഹംദുലില്ലാഹ്, ഈ ഒരു സ്വലാത്ത് വെള്ളിയാഴ്ച നമ്മൾ ചൊല്ലുമ്പോൾ അത് തങ്ങൾക്ക് നേരിട്ട് എത്തുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, വഫാത്തിന് ശേഷവും അങ്ങേക്ക് കാണാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അതിനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാ മണ്ണും ഒരുപോലെയല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇഷ്ടിക അത് പൊടിച്ച് ആയാൽ അത് മണ്ണായി അലിഞ്ഞു ചേരുമല്ലേ? പക്ഷേ ഒരു ഓട് അത് നമ്മൾ അതൊരു സ്ഫുടമായൊരു സാധനമാണ്. പക്ഷെ അത് മണ്ണിൽ കുഴിച്ചിട്ടാലും അത് മണ്ണായി ചേരും ഇല്ല. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് ധാരാളം സ്വലാത്തില്ല. അത് അന്നത്തെ ദിവസം അവിടെ തങ്ങൾക്ക് കാണിക്കപ്പെടും, ഇന്ന ആൾ സ്വലാത്തില്ലെന്നുള്ളത്. അപ്പോൾ അന്ന് നമ്മുടെ പേരിൽ അവിടെ കാണണമെങ്കിൽ മദീനയുടെ പച്ചക്കുബിയുടെ മടിത്തട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിൻ്റെ നേതാവ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 1000 സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ടായി വോയിസ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ 300ഓളം വോയിസുകൾ ഇതിലുണ്ട്. സ്വലാത്തിനെ പറ്റി മാത്രം സംസാരിച്ച് കേൾക്കുക, പതിവാക്കുക, മരണം വരെ നിലനിർത്തുക. സ്വർഗത്തിൽ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ മരണപ്പെടുകയില്ലെന്ന് പറഞ്ഞത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹു നല്ല മരണം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.